Okay, now let's solve Lorentz transformation, namely time dilation. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ടൈം ഡയലേഷൻ ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ആസ് ഏർലിയർ ലെറ്റ് us ഡിസ്കസ്. ഓക്കെ, കൺസിഡർ ടു ഫ്രെയിംസ്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ രണ്ട് ഫ്രെയിംസ് കൺസിഡർ, ടു ഇനേർഷ്യൽ ഫ്രെയിംസ് O ആൻഡ് O പ്രൈം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ഈവൻറ്റുകളെ പരിഗണിക്കുകയാണ്. ദറ്റ് ഈസ് ടു ഈവൻറ്റ്സ്. ഓക്കെ, അതിന് ഒരു ഈവൻറ്റിന് ഞാനൊരു ബി എ എന്നും മറ്റൊരു ഈവൻറ്റിന് ബി എന്നും കൊടുക്കും. ദേ ടേക്ക് പ്ലേസ്, ടു ഈവൻറ്റ്സ് ടേക്ക് പ്ലേസ്, ഓക്കെ, അറ്റ് സെയിം ലൊക്കേഷൻ ഇൻ O at two different instances. At two different instances. Okay, the instance are TA and TB. ഓക്കെ, രണ്ട് ഈവൻറ്റുകളാണ് എയും ബിയും. രണ്ടും നടക്കുന്നത് ഒരേ ലൊക്കേഷനിലാണ്, ഒരേ സ്പേസ് പോയിന്റിലാണ്. എന്നാൽ അത് രണ്ട് ഡിഫറെന്റ് ടൈമിലാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ രണ്ട് ഡിഫറെന്റ് ടൈമുകളെ, ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഈവന്റ് നടക്കുന്ന ടൈം ടി എയും ബി എന്ന് പറയുന്ന ഈവന്റ് നടക്കുന്ന ടൈം ടി ബിയും ആണ്. പക്ഷെ അത് രണ്ടും ഒരേ ലൊക്കേഷനിലാണ് എന്നുള്ളത് ഓർക്കുക. ഏത് ഫ്രെയിമിലാണ് ഞാൻ ഈ പറയുന്നത്? ഫ്രെയിമിൽ O എന്ന് പറയുന്ന ഫ്രെയിമിലാണ് ഈ കാര്യം. ഓക്കെ, അപ്പം O എന്ന് പറഞ്ഞ ഫ്രെയിമിൽ നമ്മൾ പറയുന്നത് എക്സ് എ ഈക്വൽ ടു എക്സ് ബി ആണ്, സെയിം ലൊക്കേഷൻ ആയതുകൊണ്ട്. എന്നാൽ ടി എ ഈക്വൽ ടു ടി ബി അല്ല. ഓക്കെ, ബട്ട് ടി എ നോട്ട് ഈക്വൽ ടു ടി ബി, രണ്ട് ഡിഫറെന്റ് ടൈമിൽ നടക്കുന്നതാണ് ഒരേ ലൊക്കേഷനിൽ. ഓക്കെ, ഇതെല്ലാം ഞാൻ ഓയുടെ പിന്നെ എന്താ പറയാ കാഴ്ചപ്പാടിലൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി സീറോ, ഈ രണ്ട് ഈവന്റുകളും തമ്മിലുള്ള ടൈം ഇന്റർവെൽ അത് ടി ബി മൈനസ് ടി എ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് ദ പ്രോപ്പർ ടൈം ഇന്റർവെൽ ആണ്, പ്രോപ്പർ ടൈം ഇന്റർവെൽ. ഓക്കെ, ബിറ്റ്വീൻ ദീസ് ടു ഈവൻറ്റ്സ്. എന്താ പ്രോപ്പർ ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ? സെയിം ലൊക്കേഷനിൽ നടക്കുന്ന രണ്ട് ഈവന്റുകൾ തമ്മിലുള്ള പിന്നെ ടൈം ഇന്റർവെലിനെയാണ് നമ്മൾ പ്രോപ്പർ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വേറൊരു ഫ്രെയിമിൽ ഈ രണ്ട് ഈവന്റും നടക്കുന്നുണ്ടാവും, പക്ഷെ അത് രണ്ടും സെയിം ലൊക്കേഷനിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് എന്താ പറയാ, ഒരു ട്രെയിനിന്റെ ഉള്ളിൽ രണ്ട് ഈവന്റ് നടക്കുകയാണ്. ട്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന രണ്ട് ഈവന്റുകൾ, ഓക്കെ, എന്തെങ്കിലും രണ്ട് ഈവന്റുകൾ. ആ രണ്ട് ഈവന്റുകൾ ട്രെയിനിന്റെ ഫ്രെയിമുണ്ട്, പ്ലാറ്റ്ഫോമിന്റെ ഫ്രെയിമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എർത്തിന്റെ ഫ്രെയിമുണ്ട്. എർത്തിന്റെ ഫ്രെയിമിൽ ആ രണ്ട് ഈവന്റ് നടക്കുന്നത് ഒന്ന് കോഴിക്കോട് സ്റ്റേഷനിൽ വെച്ചായിരിക്കും, മറ്റേത് കണ്ണൂർ സ്റ്റേഷനിൽ വെച്ചായിരിക്കും. ഓക്കെ, അപ്പൊ അത് രണ്ടും പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ആ രണ്ട് ഈവന്റുകളും ട്രെയിനിനുള്ളിൽ നടക്കുന്നത് രണ്ട് ലൊക്കേഷനുകളിൽ വെച്ചിട്ടാണ്, സ്പേസ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. എന്നാൽ ട്രെയിനിലൊരു ഫ്രെയിമിൽ വെച്ച് നടക്കുമ്പോൾ രണ്ടും ഒരേ സ്ഥലത്ത്, ട്രെയിനിന്റെ ഉള്ളിലെ ഫ്രെയിം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ രണ്ടും നടക്കുന്നത് അതേ ട്രെയിനിൽ അതേ സമയം അതിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും, സെയിം ലൊക്കേഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ രണ്ട് ഫ്രെയിമുകൾക്കനുസരിച്ച് ലൊക്കേഷൻ മാറാം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഡെൽറ്റ ടി സീറോ ആണ് പ്രോപ്പർ ടൈം ഇന്റർവെൽ. ഇനി നമ്മൾ O പ്രൈമിന്റെ പിന്നെ എന്താ പറയാ വീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിലോ, അക്കോർഡിംഗ് ടു O പ്രൈം ഈ രണ്ട് പിന്നെ ഡെൽറ്റ ടി സീറോക്ക് കറസ്പോണ്ടിങ് ആയി ഈ ഈവന്റുകൾ തമ്മിലുള്ള പിന്നെ ടൈം ഇന്റർവെല് അത് ടി ബി പ്രൈം മൈനസ് ടി എ പ്രൈം ആണ്. അത് O പ്രൈമിലെ ടൈം ഇന്റർവെൽ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ടൈം ഇന്റർവെൽ കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ടി സീറോ. ഓക്കെ, ടൈം interval corresponding to proper time interval delta t0 അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഡെൽറ്റ ടി പ്രൈമിനെയും
ഡെൽറ്റ ടി എയും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. അതായത് നമുക്കറിയാം ടി ബി പ്രൈം ഇസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു ടി മൈനസ് ടി ബി മൈനസ് what do you call TB minus UXB by C square. ഇങ്ങനെ വരിക. ഇതേപോലെ നമുക്ക് ടി എ പ്രൈമിനും എഴുതാൻ പറ്റും. അങ്ങനെ വരികയാണെങ്കിൽ വാട്ട് വിൽ ബി ടി ബി പ്രൈം മൈനസ് ടി എ പ്രൈം? ഇറ്റ് വിൽ ബി ഗാമ ഇൻറ്റു ടി ബി മൈനസ് ടി എ, ഓക്കെ, മൈനസ് ഗാമ ഇൻറ്റു യു ബൈ സി സ്ക്വയർ ഇൻറ്റു എക്സ് ബി മൈനസ് എക്സ് എ ആണ്. പക്ഷെ എക്സ് ബി മൈനസ് എക്സ് എ നമുക്കറിയാം ഈ ക്വാണ്ടിറ്റി എക്സ് ബി മൈനസ് എക്സ് എ 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അപ്പൊ ഈ ടേം എന്താ? ടി ബി മൈനസ് ടി എ പ്രൈം ആണ് നമ്മളെ ഡെൽറ്റ ടി പ്രൈം. ടി ബി മൈനസ് ടി എ ആണ് എന്ത്? ടി ബി മൈനസ് ടി എ ആണ് ഡെൽറ്റ ടി 0. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് what you call delta t prime is equal to gamma into delta t0. അതായത് time interval in the moving in the frame O prime is proper time interval divided by root of 1 minus u square by c square. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള what you call time dilation ന്റെ ഫോർമുല.